ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക തരം പ്രസ്താവന പറഞ്ഞു. അപ്പം അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് കേരളത്തിലെ ശിശുമരണ നിരക്ക് ഭയങ്കര കുറവാണെന്ന് ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞതായിരുന്നു ഞാൻ പറയാം. ബ്രിട്ടാസ് MP ആണ് പറഞ്ഞത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ് കേരളത്തിൽ. അതൊരു സത്യവുമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാദം, ഞാൻ പേര് പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നലെ ഞാൻ ഒരു പോഡ്കാസ്റ്റ് കാണുന്നു. അയാൾ വളരെ അഭിമാനത്തോട് പറയാം, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്. നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിലാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നത്? അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? അതുകൊണ്ട് യുവാക്കളല്ലേ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ യുവാക്കൾ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ അത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ജനിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ എനിക്കത് 3-4 തവണ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ യുക്തി എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയത്. വളരെ ലളിത യുക്തിയിൽ പറയുന്ന പോലെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. അപ്പം എന്നെ കൊണ്ട് ഇവരൊക്കെ ബോർഡ് എടുപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് വെള്ള ബോർഡിൻ്റെ ആവശ്യമെന്നുണ്ട്. ചില കണക്കൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ശിശുമരണ നിരക്ക്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്, കേരളത്തിൽ അത് എത്രയാണ്, പൊതുവിൽ ഇന്ത്യയിൽ അത് എത്രയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. വലിയ പ്രയാസമൊന്നുമില്ല. ഇദ്ദേഹം ആലോചിച്ചെടുത്ത ലോജിക്കിനേക്കാൾ വളരെ എളുപ്പമാണ് നമ്മുടെ യഥാർത്ഥ കണക്ക് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ശിശുമരണ നിരക്കാണ് അറിയേണ്ടത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. ഇത് കേരളത്തിൽ 5ആണ്. UP-യിൽ ഉത്തർപ്രദേശിൽ ഇത് 38ആണ്. ഗുജറാത്തിൽ ഇത് 23ആണ്. ഇന്ത്യയിൽ പൊതുവെ ഇത് 27ആണ്. ഇനി അമേരിക്കയിൽ ഇത് 5.5ആണ്. അതായത് അമേരിക്കയേക്കാൾ കുറവാണ് കേരളത്തിൽ എന്നർത്ഥം. ഇനി ഇവിടെ നിന്ന് കുറേ പേര് വെളിയിലോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് അവിടെ കൂടിയതുകൊണ്ട് ഇവിടെ കുറയാത്തതുകൊണ്ട് അങ്ങനെയല്ല. ഇത് ശരിക്കും ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ നിന്നല്ല യുവാക്കളുടെ പുറത്തേക്കുള്ള പോക്ക് ഏറ്റവും കൂടുതൽ. കേരളത്തിലൊന്നുമില്ല, ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും അത് കേരളത്തെക്കാൾ കൂടുതലാണ്. അതിലേക്ക് നമുക്ക് പോകണ്ട. നമ്മൾ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക്, ശിശുമരണ നിരക്ക് നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് വെച്ചാൽ, 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 1 വയസ്സിൽ താഴെയുള്ള 1 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എത്ര എന്നാണ് നമ്മൾ നോക്കുന്നത്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ, അതിപ്പോൾ 1 ലക്ഷം കുട്ടികൾ ജനിച്ചാലും 10 ലക്ഷം കുട്ടികൾ ഒരു വർഷം ജനിച്ചാലും 1000 ജനിക്കുന്നുള്ളൂ എങ്കിലും നമ്മൾ 1000ന്റെ കണക്കിലാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് എത്ര കുട്ടികൾ ജനിച്ചു എന്നത് പ്രശ്നമല്ല, ഇതൊരു നിരക്കാണ്, ഒരു റേറ്റ് ആണ്. ഈ കണക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ എത്ര പേര് മരിച്ചു 1 വയസ്സ് തികയും മുമ്പ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തുന്ന നിരക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എത്ര കുഞ്ഞുങ്ങളാണ് 1 വയസ്സ് തികയും മുമ്പ് മരണപ്പെട്ടത്, അത് ബൈ ആകെ ജനിച്ച കുഞ്ഞുങ്ങൾ ഇൻറ്റു 1000 എടുക്കുന്നത് എന്തിനാ? 1000 എത്ര എന്നറിയാൻ വേണ്ടി. അപ്പോൾ ആകെ മരിച്ചത് ബൈ ആകെ ജനിച്ചത് ഇൻറ്റു 1000 എന്ന് ലളിതമായാണെങ്കിൽ പറയാം. കേരളത്തിൽ 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 5 കുഞ്ഞുങ്ങളാണ് 1 വയസ്സ് തികയും മുമ്പ് മരണപ്പെടുന്നത് എന്നർത്ഥം. അമേരിക്കയിൽ 5.5 എന്ന് വെച്ചാൽ ഏകദേശം 6 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 5.5 കുഞ്ഞുങ്ങളാണ് അങ്ങനെ മരണപ്പെടുന്നത്. നിരക്കാണല്ലോ, അതുകൊണ്ടാണ് 1/2 മുക്കാലും ഒക്കെ വരുന്നത്. 27, 28 എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിൽ 27ആണ്. അതായത് ഇന്ത്യയിൽ ശരാശരി 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 27 കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. ഉത്തർപ്രദേശിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 38 കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ കണക്ക്. ഇത് ഇന്ത്യയിൽ ഏറ്റവും കുറവ്, ലോകത്ത് തന്നെ കുറവുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ആണ് കേരളം. ഞാൻ നിങ്ങൾക്കൊരു കുത്തി വരെ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ പോകും, കൂടി കുറഞ്ഞു, അനങ്ങാതെ നിൽക്കുന്നു, കുത്തനെ കുറയുന്നു, കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു പടം ഞാൻ വരച്ചാൽ, എനിക്ക് വട്ടായതൊന്നും വരച്ചല്ല, നോക്ക്. ഇത് 2001 മുതൽ 6 വരെയുള്ള UDF കാലത്തിലെ ശിശുമരണ നിരക്കിൻ്റെ കണക്കാണ്. ഇത് 2006 മുതൽ 11 വരെയുള്ള LDF കാലത്തിലെ ശിശുമരണ നിരക്കാണ്. കുറഞ്ഞു വരുന്നുണ്ടാ, കൂടിയതുണ്ടാ. ഇനി ഈ അനങ്ങാതെ നിൽക്കുന്നത്, ഒരു പുരോഗതി ഇല്ലാതെ നിൽക്കുന്നത് 2011 മുതൽ 16 വരെയുള്ള UDF കാലഘട്ടമാണ്. ഈ കുത്തനെ കുറഞ്ഞ് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ടോ, ഇതാണ് 2016 മുതൽ 26 വരെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന LDF കാലഘട്ടത്തിലെ ശിശുമരണ നിരക്കിൻ്റെ ഗതി. അതായത് ഇങ്ങനെ കൂടുന്നതും ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ ഏത് കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ LDF സർക്കാർ മാറി UDF സർക്കാർ വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവനും നഷ്ടമായിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു വലിയ കണക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ കൂടിയതുകൊണ്ട് ഇവിടെ കുറഞ്ഞതുകൊണ്ട് അവിടെ കൂടിയതൊന്നും ദയവായി പറയാതിരിക്കണം. അന്നൊരു ബിസിനസ് മാനല്ലേ, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കൂ.